വെൽക്കം ബാക്ക് ടു ലാസർ ടാക്കീസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ പറയാം, ഞാൻ നഴ്സിംഗാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, എൻ്റെ കോളേജ് ഡേയ്സിലെ വീഡിയോസ്, അതുപോലെ തന്നെ ഒത്തിരി വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇത് രാത്രിയായി, ഞാൻ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്, ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. ഇത് കേരളമാണ്. കേരളത്തിൽ നഴ്സിംഗ് പിള്ളേരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പോട്ടെ, കേരളം മാത്രമല്ല, എവിടെ നഴ്സിംഗ് പഠിച്ചാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ഞാൻ സാധാരണ പറയണ പോലെ തന്നെ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. കൊതുകൾ ദിവസം നമ്മുടെ ചോര ഇങ്ങനെ ഊറ്റി ഊറ്റി കുടിക്കുകയാണ്. പക്ഷെ എന്തിനും ഇതിനും ഗുഡ് നൈറ്റ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വെച്ചെടുത്തിരിക്കാത്ത എൻ്റെ ബെഡും അതുപോലെ തടിമാടനായ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ്, എൻ്റെ റൂംമേറ്റ്സ് ഞങ്ങൾ 4 പേരാണ്. പക്ഷേ എങ്കിൽ 2 പേര് വീട്ടിൽ പോയി, പിന്നെ ഒരാളെന്ന് പറയുമ്പോഴത്തേക്ക് അവൾ ഇവിടെ ഇല്ല. അപ്പം ഞാനിതിങ്ങനെ ചെയ്യാം കേട്ടോ. റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണമല്ലോ. അപ്പോൾ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്, സത്യം പറഞ്ഞാൽ സന്ധ്യയായി, എന്നാലും നമുക്ക് ഈ കർട്ടനൊക്കെ ഒന്ന് തുറന്നിടാം. കാരണം ഇപ്പാണ് ഒരു കാറ്റൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൊതുക് വരും, അതിനുവേണ്ടി ഗുഡ് നൈറ്റ് ഇട്ടിട്ടുണ്ട്. എന്നാലും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓഫാക്കുമല്ലോ. പക്ഷെ ഓഫാക്കുമല്ല, അടയ്ക്കും, ജനലടയ്ക്കും. അല്ലെങ്കിൽ പിന്നെ കൊതുകെല്ലാം കയറി, സത്യം പറഞ്ഞാൽ കൊതുക് കാരണം ഭയങ്കര അലർജിയാണ്. കൈയെല്ലാം ഒരുമാതിരി പൊട്ടി കുത്തായിട്ട് വന്നേക്കാം. കാരണം കുറച്ച് കഴിയുമ്പം ഈ ജനലൊക്കെ അടച്ചിടും. എനിക്കിങ്ങനെ മൂടി കിട്ടിയിരിക്കണത് ഒട്ടും ഇഷ്ടമല്ല. റൂമൊക്കെ ആകുമ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്നിടണമെന്നേ. പിന്നെ ഞങ്ങളുടെ റൂമിൽ നല്ല വ്യൂ ആണ്, അതുകൊണ്ട് തന്നെ പുറത്തുള്ളതെല്ലാം കാണാനായിട്ട് പറ്റും. ആര് വന്നാലും ആര് പോയാലും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും വൃത്തിയാക്കാണല്ലോ. അപ്പോൾ ഷെൽഫും കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച്, വൃത്തിയായിട്ടാണ് ഇരിക്കണമെങ്കിലും ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് താഴോട്ട് പെറുക്കിയിട്ട് ഒന്ന് ഒതുക്കി വെച്ചില്ലെങ്കിൽ എനിക്കൊരു സന്തോഷമില്ല കേട്ടോ. അത് കാരണം അതൊക്കെ ഒന്ന് ചെയ്ത്, ക്ലോറിൻ വെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ടാണോന്ന് അറിയില്ല, എന്തായാലും നല്ല രീതിക്ക് മുടി പോകുന്നുണ്ട്. റൂം അടിച്ചു വരുമ്പോഴുള്ള മെയിൻ പ്രശ്നം ഈ മുടിയാണ്. മുടി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങളുടെ റൂം വൃത്തികേടാണത്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി തുണിയൊക്കെ അലക്കാനുണ്ട് കേട്ടോ. ആരും പേടിക്കേണ്ടത് വേറൊരു 2 ദിവസത്തെ തുണി മാത്രമാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോമും ക്ലിനിക്കൽ യൂണിഫോമും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നാണ്, കുറച്ച് കൂടുതലുണ്ട് ഇത്തവണ അലക്കാൻ. മേളിൽ ചെന്നപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ അലക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് ഞാനും കൂടി. പൈപ്പിന് കാര്യം പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ പ്രത്യേകിച്ച് ലീക്കൊന്നും ഉണ്ടായില്ല. നമ്മൾ എന്നിട്ട് അലക്കാനൊക്കെ തുടങ്ങി. നമ്മൾ മുകളിൽ അലക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അലക്കാൻ നേരം ഇവിടെ എൻ്റെ ബാച്ച്മേറ്റ്സ് കൊണ്ട് കേട്ടോ. അവരും വെള്ളിയാഴ്ച പണിയെടുത്തിട്ട് ശനിയാഴ്ച ഉറങ്ങണ പിള്ളേരാണ് തോന്നുന്നത്. എല്ലാവരും അലക്കുവാണ്. പിന്നെ വെള്ളിയാഴ്ച അലക്കണേ? എനിക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് അലക്കാൻ വയ്യ. എല്ലാ ദിവസം അലക്കില്ലേ, ഒരു ദിവസം ഇടപെട്ട് നമ്മൾ അലക്കണം. അല്ല, ഇടയ്ക്കിടയ്ക്ക് അലക്കിയില്ലേ നമുക്ക് നടുവിന് പണി കിട്ടും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അലക്കണം. അപ്പം ഒരാഴ്ച കൂടുമ്പോൾ അലക്കുന്നത് പ്രശ്നം എന്നാണോ താങ്കൾ പറയുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ പ്രശ്നമാണ്. അലക്ക് ഇവിടെ ഇടാൻ സ്ഥലമില്ല. പിന്നെ ആകെ 2 ബക്കറ്റേ ഉള്ളൂ. വീട്ടിലെ പോലെ സ്ഥലം നമുക്ക് അങ്ങനെ വിചാരിക്കും. പിന്നെ നമ്മുടെ നടുവടി, പിന്നെ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് എല്ലാം നൽകുന്ന നടപടി ആവില്ല. പിന്നെ ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും. കണ്ടോ, ഈ നേരമായതുകൊണ്ട് നമുക്ക് സ്ഥലം കിട്ടും. എൻ്റെ അഭിപ്രായത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അലക്കണം. നല്ല ഒരു എക്സസൈസ് ആവും. ഇതില്ലേ, നീ എന്തിനാടി വെള്ളിയാഴ്ച അലക്കണേ? അതിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇന്ന് അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ വെറുതെ ഇരിക്കാമല്ലോ. ഞാൻ എപ്പോഴും 2-3 ദിവസം കൂടുമ്പോഴൊക്കെ അലക്കാം. അങ്ങനെ അലക്കി കഴിഞ്ഞ് റൂമിൽ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരിരുന്ന് നൂഡിൽസ് കഴിക്കണം. അവർ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചാട്ടോ. പക്ഷേ എനിക്ക് വേണ്ടായിരുന്നു. എനിക്കിന്ന് കഞ്ഞി ആയതുകൊണ്ട് കഞ്ഞി കുടിക്കാനൊരാഗ്രഹം, അതാണ് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് പ്രത്യേകിച്ചൊരു പച്ച കളറിൽ അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഇത് എങ്ങനെ ഇരിക്കുമെന്ന്. ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ നോക്കണം. എന്തായാലും കഴിക്കാം. പപ്പടമുണ്ട്, പയറൊക്കെ ഉണ്ട്. ഇവിടുത്തെ കഞ്ഞി കുടിക്കുമ്പോഴത്തേക്ക് സത്യം പറയാലോ, വീട്ടിലെ അമ്മയുടെ കഞ്ഞിയൊക്കെ ഭയങ്കര മിസ്സിങ് ആണ്. വീട്ടിൽ എന്ന് പറയുമ്പോൾ തൈരും പിന്നെ അച്ചാറും പിന്നെ കാന്താരി മുളകും പപ്പടവും പിന്നെ നമ്മുടെ തോരനൊക്കെ കൂടി തരുമോ എൻ്റെ പൊന്ന് സാറേ. എന്തായാലും തൽക്കാലം ഫുഡ് കിട്ടിയതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം നമ്മുടെ പിള്ളേരവിടെ നിന്ന് വർത്താനം പറയുന്നത്. അപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂടി. വിൻസി എന്തൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ അത് കേട്ടുമിരിക്കുന്നുണ്ട്. പിന്നെ നാളെ ഞങ്ങളുടെ ഫ്രഷേഴ്സ് ഡേ ആണ്. അതായത് ജൂനിയേഴ്സിനെ വെൽക്കം ചെയ്യുന്ന ഡേ ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ അവരോട് മിണ്ടാണ്ടിരുന്നിട്ട് നാളെ പോയിട്ട് ചെറിയ രീതിയിൽ ഫ്രഷേഴ്സ് ഡേ. അപ്പോൾ ഞങ്ങളുടെ ജൂനിയേഴ്സ് എല്ലാവരും ഇവിടെ ഭയങ്കര ഡ്രസ്സൊക്കെ അന്വേഷിച്ച് നാളെ പരിപാടിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് വലിയ കാര്യമായിട്ട് നടക്കുകയാണ്. സാധാരണഗതിയിൽ നാളെ ഞങ്ങൾക്ക് യൂണിഫോമാണ്. ഇൻ കേസ് വെള്ളിയാഴ്ചയോ ശനിയാഴ്ച അല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും യൂണിഫോം ആയിരുന്നു. പക്ഷെ നാളെ ശനിയാഴ്ച ആയതുകൊണ്ട്, ഫ്രഷേഴ്സ് ഡേ ആയതുകൊണ്ടും എന്തായാലും നാളെ കളർ ഡ്രസ്സാണ്. അപ്പോൾ പിള്ളേരെല്ലാം നല്ല സെറ്റപ്പായിട്ട് പോകുമ്പോൾ സീനിയേഴ്സായി ഞങ്ങൾ ചുമ്മാതെ അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പോൾ പക്ഷേങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഭക്ഷണങ്ങളുടെ കൂടുതൽ കാരണം നല്ല രീതിയിൽ വണ്ണം വെച്ചു. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ നല്ലപോലെ ലൂസായി. അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് തയ്ച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യണം. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ചെയ്തിട്ട് ബാക്കി എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്
അപ്പോൾ ഡ്രസ്സൊന്ന് തയ്ക്കണം. നൂല് കിട്ടിയിട്ടുണ്ട്, സൂചി കിട്ടിയിട്ടുണ്ട്. ഹോസ്റ്റലായതുകൊണ്ട് തന്നെ ഇതിലൊന്നും വലിയ പാടില്ല. ഒരാളുടെ അടുത്ത് നൂലുണ്ടെങ്കിൽ ഒരാളുടെ അടുത്ത് സൂചി ഉണ്ടാവും, അല്ലെ നൂലുണ്ടാവും. ഒരാളുടെ അടുത്ത് സൂചി ഉണ്ടെങ്കിൽ ഒരാളുടെ അടുത്ത് നൂലുണ്ടാവും. എന്തായാലും സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ സൂചി നൂലൊക്കെ പുറത്തു തയ്ക്കാൻ പോട്ടോ. ഈ കോളേജിൽ വന്നപ്പോൾ ഈ ഡ്രസ്സൊക്കെ എനിക്ക് നല്ല ടൈറ്റായിരുന്നു. അത് കഴിഞ്ഞ് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഇതൊക്കെ ഭയങ്കര ലൂസായിപ്പോയി. സാരല്ലേ, നൂലുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ തയ്ക്കാനൊക്കെ പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു 9 മണിയൊക്കെ തൊട്ട് എഴുതാനിരിക്കുന്നതാണ്. അത് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വന്നിട്ട് നമ്മൾ എഴുതാനൊക്കെ ഇരിക്കുന്നതാണ്. ഇനിയാണ് എഴുതാൻ പോകേണ്ടത്, കാരണം നാളെ കുറച്ച് അസൈൻമെൻ്റ് ഒക്കെ എഴുതാനായിട്ടുണ്ട്. അപ്പോൾ അതിനി എഴുതാനുണ്ട്. സോ അതിനി എഴുതണം. ഇനി ഇൻ കേസ് പഠിക്കണ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.